മക്കളെ കേശുവേ, കേശു. മോനെ തന്നെ വേണോ അച്ഛാ? ഇത് ആര്? നീ പിന്നെ ആര് വേണം? മക്കളെ വാ. എന്ത് അച്ഛാ, നമുക്ക് നാളെ ടൗൺ വരെ ഒന്ന് പോട്ടാ. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എപ്പോഴും വേണം? നാളെയോ മറ്റന്നാളോ എപ്പോഴും കുഴപ്പമില്ല. പിന്നെ കോഴ്സിന്റെ കാര്യം ഒന്നും അന്വേഷിക്കണം. ആണോ? അച്ഛനും വയ്യ മക്കളെ, നീ പിള്ളേരെ വിളിച്ചോണ്ട് പോ. ആ പിള്ളേരെ കൊണ്ട് പോയാൽ ശരിയാവില്ല. നമുക്ക് പോവാം. നമുക്ക് എന്നിട്ട് അടിച്ചു വിളിച്ചിട്ട് തിരിച്ചു വരാം. ആണാ? ഇപ്പൊ മനസ്സിലായാലും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അച്ഛൻ തന്നെ വേണമെന്ന്. അതെ, ഇതുപോലെ അച്ഛൻ ലോകത്ത് വേറെ എവിടെ നിന്നും കിട്ടില്ല. കളിയാക്കിയാണാ? 50-50. ക്യാഷോടെ പോയത്? മാർക്ക് നോക്കാൻ പോയിരിക്കണ എക്സാമിന്റെ. ആണോ? ശിവയാ? ശിവൻ പോയി. രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ഇവിടെ നിന്ന് എഴുന്നള്ളുള്ളൂ. മക്കളെ അവർ ഈ ഈശയും ചക്കരയും പ്രതിക്കണേ മക്കൾക്ക് ഇതിന് മക്കളെ അസൂയ. എനിക്ക് അസൂയ കുശുമ്പൊന്നുമില്ല. പിന്നെ രണ്ടും കൂടെ എനിക്ക് നല്ലോണം പാരമണിയുണ്ടല്ലോ. അത് ശരി കേട്ടാ, രണ്ടും കൂടെ പാരമണിയുണ്ടെന്ന്. അയ്യോ, ലച്ചുമാർക്കും പറയുന്ന പണിയില്ല. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. ആ കേശുവിന് എന്തൊക്കെയാണ് പറയണേ? ആ പിള്ളേരെ സ്വഭാവം മാറാൻ അന്നാണ് ലച്ചുവിനെ 3 ഉത്തരം തറയടിക്കുന്നത്. ആ ക്യാഷ് ചെറുക്കായി വലുതാവും തോറും എൻ്റെ അതേ സ്വഭാവമാണ്. അതാ എന്റെ പേടി. എന്താടി ഞാൻ നീറ്റലടി ക്ലീനല്ലടി? പിന്നെ സൂപ്പർ അല്ലേ, നല്ല ക്ലിയർ സ്വഭാവല്ലേ, ജെന്റിൽമാൻ. അതെ, എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രണ്ടിന്റെ മാർക്ക് അറിയാം. അമ്മ ശിവ ഇവിടെ കിടന്ന് തരികട കളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ വരുമ്പോ, ഉറപ്പ്. കുറച്ച് ദിവസമായിട്ട് കമ്പൈൻ സ്റ്റഡി ആണല്ലോ. അതാണ് എന്റെ പേടി. ആരെങ്കിലും കത്തി വെക്കാൻ കിട്ടി കഴിഞ്ഞാൽ വളവള സംസാരം മാത്രമല്ലേ ഉള്ളൂ. അത് അവളോട് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് പിടിക്കത്തൂല. അവൾക്ക് എന്റെ അടുത്ത് ഭയങ്കര കലിപ്പുമായിരിക്കും. പഠിച്ച അവള് പഠിക്കും, പക്ഷെ ഒരിടത്ത് അടങ്ങിയിരിക്കൂല. അച്ഛനെ പോലെ. നീ എന്തിനാ ഉള്ളതിനില്ലാത്ത എന്റെ വലിച്ചിറങ്ങണ കൂട്ടാൻ പറയാൻ? അത് മാത്രം വേണ്ട. ഇത് വന്നപ്പോഴൊരു കാര്യം ഓർമ്മ വന്നേ. പണ്ട് പടവലത്തെ അപ്പൂപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് അച്ഛൻ അമ്മേനെ കുട്ടമ്പിള്ളയുടെ മോളെ വിളിച്ച് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നെ, ഓർമ്മയുണ്ടാകുന്ന അച്ഛനെ ചളിച്ച മുഖവും വെച്ചിട്ട് അപ്പൂപ്പനെ മുഖത്ത് നോക്കിയിട്ട് മാമൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചല്ലേ. അന്ന് എന്റെ അച്ഛന്റെ മൂഡ് നന്നായത് നിങ്ങളെ ഭാഗ്യം, അല്ലെങ്കിൽ അണപ്പലടിച്ച് താഴെട്ടാണ്. വയസ്സിന് മൂത്തരനോട് ഞാൻ വെറുതെ ഉണ്ടായിരിക്കണേ, അല്ലെങ്കിൽ കാണായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു നിങ്ങള്? എന്ത് ചെയ്യായിരുന്നു? വയസ്സിന് മൂത്തവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? തമാശ അല്ല ഇത്, എന്റെ അച്ഛനെയാണ് പറഞ്ഞത്. എന്തായാലും അതൊക്കെ പോട്ടെ. ഈ ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകട്ടോ. ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു വരും. തീരെ വച്ചു കിടന്നേട്ടോ, നിർത്തിക്കോണം. ഒരു നിർത്തലും ഇല്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകും. പിള്ളേരെ നോക്കും മര്യാദ അടങ്ങ് നിങ്ങൾ ഇവിടെ ഇരുന്നോളാം. പറഞ്ഞില്ലാതെ വേണ്ട. ഇത്തിരി വർത്താനവും ചാട്ടവും കൂടി വരാനേട്ടാ. നിർത്തി തരാം. എന്ന് നിർത്താം, ഒന്നും നിർത്താൻ പോള. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂലേ? വാങ്ങിക്കും. ഹലോ സാറേ, ഞാനേ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് ആ ഫയൽ എടുക്കാം. ഇതിന് ഞാൻ സാറിൻ്റെ ഓഫീസിൽ കൊണ്ടുവരാം. സാറോടെ കാണുമല്ലോ. ശരി ഞാൻ വിളിച്ചിട്ട് വരാം സാറേ. ഓക്കെ ശരി സാർ. ഓക്കെ. അതെ, നമ്മുടെ ജംഗ്ഷനിലെ പുതിയ ഐസ്ക്രീം പാർലർ തുടങ്ങി. അപ്പോൾ അടുത്ത ഓണർ വിളിച്ചാണ്. പല തരത്തിലെ പല കളർ ഐസ്ക്രീം, പല ടേസ്റ്റുള്ള ഐസ്ക്രീം, ഇതൊക്കെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ? പിന്നെ അല്ലാതെ ഞാൻ സഹിച്ചു. അച്ഛൻ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് സംസാരം ഇത് എവിടെ നിന്ന് വരണമെന്ന്. സംസാരം പല സൈഡിൽ നിന്ന് വരുവടേ. എൻ്റെ പൈസ കണ്ടു. എൻ്റെ ഇപ്പൊ ഒരു 80 രൂപ ഉണ്ട്. അതല്ലേ ബാങ്ക് അക്കൗണ്ടിൽ പോലെ ഉണ്ടാന്ന്. ശമ്പളം വരലേ. എടാ നീക്കിരി പോലെ ഉണ്ടെന്ന്. നീങ്ങാനൊന്നും ഇല്ല അച്ഛാ എൻ്റെ കയ്യിലൊന്നും. വിദ്യാസമ്പന്നൻ വരുന്നുണ്ടല്ലോ. 1-ാം നമ്പർ അടിച്ച സന്തോഷം വരെയാണ്. അതെ മക്കളെ, 1-ാം നമ്പർ അടിച്ചാ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയി. സംഭവം വേറെന്തോ പറ്റിയൊരു മിസ്റ്റേക്കാണ്. പക്ഷെ അത് എന്താ നമുക്ക് ശരിയാക്കാം. കാര്യം പറയടേ. അല്ല ഞാനേ കഴിഞ്ഞ തവണ എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് പൊസിഷനും ഹോൾ സ്കൂളിൽ സെക്കൻഡ് പൊസിഷനും ആയിരുന്നു. പക്ഷെ ഇത്തവണ ക്ലാസ്സിൽ 3rd പൊസിഷനും ഹോൾ സ്കൂളിൽ 4th പൊസിഷനും ആയിപ്പോയി. അതെന്തോ അങ്ങനെ? അത് സയൻസ് കയ്യിൽ നിന്ന് പോയതാണ് പ്രശ്നമായി പോയത്. പഠിപ്പിച്ചിട്ട് വന്നു. നീ കേട്ടാ? എന്തേ? അവനെ ക്ലാസ്സിൽ 3ാമത്തെ പൊസിഷൻ, സ്കൂളിൽ 4ാമത്തെ പൊസിഷൻ. കേശുവിന്റെ മീശ ഒന്ന് താന്ന്. നീ മര്യാദ കയറിപ്പോ. അച്ഛാ സാറ് വിളിച്ചാ നമുക്ക് അടുത്തോണ്ട് പിടിക്കാം. അത്ര അല്ലടാ, ഈ പൊസിഷൻ ശ്രദ്ധിക്കരുതും. അതിങ്ങനെ മാറിയും പറഞ്ഞൊക്കെ ഇരിക്കും. മോന്റെ ഇഷ്ടതാരം മുൻ ക്യാപ്റ്റൻ ധോണി പറഞ്ഞതുപോലെ റിസൾട്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെയൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. പക്ഷെ നമ്മളെ ഹാർഡ് വർക്ക് അത്ര ഉള്ളടാ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് താഴെ നല്ലതാ. എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പോയി കഴിഞ്ഞാലേ അഹങ്കാരം വരും. കേശുവിനെ സംബന്ധിച്ച് അഹങ്കാരം കൂടാനുള്ള ചാൻസേ ഉള്ളൂ. ലച്ചുവായി
അകത്തേറിപ്പോ എന്നെ കൊച്ചിന്റെ മനസ്സ് തളർത്തരുത്. അച്ഛാ ആരുടെ മനസ്സ് തളരാൻ? എൻ്റെ മനസ്സ് തളർത്തൊന്നുമില്ല. എൻ്റെ വാശി അച്ഛൻ അറിഞ്ഞൂടെ? അച്ഛൻ പറയും പോലെ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്, കുതിക്കാൻ. ചാടുമ്പോ സൂക്ഷ്യം കണ്ടൊക്കെ ചാടണോട്ടോ. മുമ്പിൽ നിൽക്കുന്ന നല്ല വേട്ടക്കാരനാണെങ്കിൽ വെടിയുണ്ട നെഞ്ചത്ത് കൊള്ളും. അവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കേട്ടാ. ചേച്ചി ചേച്ചിക്ക് ഇടക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണല്ലേ? ശരിക്ക് തരാം കേട്ടാ. തരാവേ തരാവേ. അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും അവന് ചെറുതായിട്ടൊന്ന് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. എന്റെ പിള്ള കയറി വരുവാടാ. അത് തന്നെ, അവൻ പിടിച്ച കയറോടാ. നീ മറ്റേ റിസൾട്ടും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴാണ്. ആ മാർക്ക് കുറഞ്ഞ ശിവ ഏതെങ്കിലും മാളത്തിൽ കയറി വിളിക്കും, അത് ഉറപ്പാ. ഈ ആകെ കൂടെ എനിക്ക് അവളെ കാര്യത്തിൽ മാത്രമേ ടെൻഷൻ ഉള്ളൂ. പിള്ളേരെ റിസൾട്ട് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യമില്ല, അവരെ പഠിത്തക്കാത്ത കാര്യത്തിന് ശ്രദ്ധിക്കണം. പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണം. പഠിത്ത കാര്യത്തിൽ നീ ശ്രദ്ധിക്കണമെന്ന് അതിനെനിക്ക് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തോന്നത്? ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. പോ കൂട്ടി പിരിഞ്ഞു പോ. വെറുതെ വഴക്കുണ്ടാക്കാം. അമ്മ പോവാം അടുക്കളയിലിട്ടു. അല്ല പിന്നെ എനിക്ക് അടുക്കള മാത്രം സ്ഥലമുള്ള അല്ല അമ്മ എവിടെ വേണമെങ്കിൽ പോവാം. അമ്മ ഈ റൂമിൽ വേറെ മുറിയൊന്നുമില്ലേടാ? എനിക്ക് തോന്നിയാ എന്ത് പറയലുണ്ട് അടുക്കളയിട്ട് പോവാൻ. നോക്കിക്കോട്ടാവോ താമസിക്കാതെ പടവലത്ത് ഞാൻ അംഗം കാണിക്കും. ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പം വരും.